ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പനിയുള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ എല്ലാം ശരിക്കും പറഞ്ഞ ഒരാഴ്ച മുതലായിട്ടോ പനി തുടങ്ങിയിട്ട്. കുഞ്ഞൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വൈകുന്നേരമൊക്കെ. അപ്പം എനിക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ്റെ മാറാത്തോണ്ടാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻകുട്ടിയുടെ മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പനി കാര്യമായിട്ടുണ്ട്. ഇപ്പം കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ബോഡി പെയിനൊക്കെ നല്ലോണം എനിക്ക് നിൽക്കാൻ പറ്റണമല്ലായിരുന്നില്ല. ഇന്നലെ കഥ നമ്മൾ വീഡിയോ ഇടാഞ്ഞത് അത്രയും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ചായ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ദോശ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഊത്തപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവൊക്കെ പൊന്തി സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കണം. എന്നുവെച്ചാൽ ഇതിൽ കൊള്ളില്ല, മൊത്തം തൂവി പുറത്ത് പോയിരിക്കാം. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്കൊരു അടപ്പുള്ള പാത്രത്തിലാക്കി വെച്ചാൽ അത് നാശാവാതെ നിന്നോളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. മാവൊക്കെ നല്ലോണം തൂവി പോയത് നമുക്ക് വേറൊരു പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കൊള്ളൻ ചെമ്പിലാണ് ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ മാവില്ലേ, വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെക്കാറ് മുന്നേ കേട്ടോ. പക്ഷെ അതും ഇങ്ങനെ മൂടിയിട്ടപ്പേ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ പുറത്ത് പോയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ദോശമാവ് ഉഴുന്നു പച്ചരി ദോശമാവാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഈ ബക്കറ്റിലാണ് എല്ലാ മാവും ഇങ്ങനെ അരച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ മേലെ ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ നിറഞ്ഞ് തൂവിയാലും നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തൂവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പോലെ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വൃത്തിയാക്കി വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ബക്കറ്റിൽ നിന്ന് ഈ ഒരു കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് എല്ലാം കൂടെ ഒഴിച്ച് പകുത്തി വെച്ചു. ഇതൊരൊറ്റ പാത്രം, ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ഉണ്ട് കേട്ടോ മാവ്. നമുക്കൊരു 2-3-4 ദിവസമൊക്കെ അടിപൊളിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉച്ചരിഞ്ഞിട്ടൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇത് തീരുമ്പോഴേക്കും ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആക്കി വെച്ചു. ഇനി നമുക്ക് ചായ പരിപാടിക്ക് വേഗം നോക്കാം കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ കേട്ടോ, ബോഡി പെയിനും കാര്യം. തല കടഞ്ഞിട്ട് ഇങ്ങനെ തലയുടെ മേലല്ലേ ഒരു 10-20 കിലോൻ്റെ അരി വെച്ചിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ തലയുടെ ഉള്ളിൽ എന്തൊക്കെയോ സാധനം വണ്ടാണോ വേറെ എന്തൊക്കെയോ മൂളിന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും തല പെരുപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ രാവിലെ ഈ പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രം റെസ്റ്റ് എടുക്കാമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. പിന്നെ ഒറ്റയ്ക്ക് ആകുമ്പോഴുള്ള നല്ല വശമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മെല്ലെയും കണ്ടും ചെയ്താൽ മതി, ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിൽ വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാം. ഞാൻ ഈ സാമ്പാർ കഷ്ണമൊക്കെ അന്നേക്ക് അപ്പളയ്ക്കുള്ള നുറുക്കും. എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ ഇടാറില്ല. ഒരു വെണ്ടയ്ക്ക, തക്കാളി, ഉള്ളി ഇത്രയും വരുള്ളൂ കേട്ടോ. പരിപ്പാണ് കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ രാവിലെ അരിയും. ബാക്കി ഉപ്പേരിക്കോ വേറുള്ളതിനൊക്കെ തലേദിവസം അരിഞ്ഞ് പെറുക്കി വയ്ക്കും. ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും. അതേപോലെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കും കൂടെ എടുക്കാമല്ലോ. വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ആ ഒരു ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കാര്യം കഴിഞ്ഞോളൂ കേട്ടോ. പൂജിട്ട് ഞാൻ പറഞ്ഞില്ല, അവൾ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. എനിക്ക് ഒട്ടും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. മരുന്നൊക്കെ കുടിച്ചിട്ടാ. പിന്നെ എനിക്ക് പനിയൊക്കെ ആയിട്ടാണ് തോന്നുന്നു എനിക്ക് എണീക്കാൻ തന്നെ പറ്റിയായിരുന്നല്ലേ കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ദോശ അവൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യങ്ങളും അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കലും അങ്ങനെ ആയിട്ട് നിൽക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ പണിയായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ ഒരു സവാള, 2-3-4-5 വെണ്ടയ്ക്ക, ഒരു 2 തക്കാളി, ഒരു കുഞ്ഞ് ഇതിൻ്റെ കയ്പങ്ങയുടെ കഷ്ണം ഉണ്ട് കേട്ടോ. ഞാൻ അവിയലേക്ക് എടുത്തതിൻ്റെയും പിന്നെ നമ്മൾ ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നില്ലേ അതിൻ്റെ ഒക്കെ കൂടെ ബാക്കിയാണേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം വരുന്നത്. ഒരു പച്ചമുളകും ഇരിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഇവിടെ എല്ലാവർക്കും കാര്യമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മൂത്ത് പോവും. അതുകൊണ്ടാണ് ഇപ്പം അത് മൊത്തം അങ്ങോട്ട് എടുക്കണത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയാണത് കേട്ടോ. അപ്പോൾ ഇനി വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പരിപ്പ് വെന്ത് മാറ്റിയപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ വഴുവഴുപ്പ് കൂടും. സാമ്പാർ ഇങ്ങനെ ഒരുമാതിരി കുഴക്കുഴാന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റി വെച്ചു. ഇനി ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അതുകൊണ്ട് അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. കുക്കറിൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു 3-4-5 മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, ഞാൻ അവിയലിക്ക് നുറുക്കി വെച്ചായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു.
മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ ഈ കഷ്ണം വേവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഈ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, പല രീതിയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് വറുത്തരച്ചിട്ടൊക്കെ. ഇത് വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സൂപ്പർ സാമ്പാറാണേ. അപ്പോൾ ആ ഉരുളി മാറ്റി വെച്ചു, കഷ്ണമൊക്കെ വെന്തൊരു വിസിൽ വന്നപ്പോൾ ടൈലെ എണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമുള്ള പൊടിയോളം കേട്ടോ, ഒരു വലിയ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ അതിന് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട, അതങ്ങോട്ട് കാറി ഒരുമാതിരി മഞ്ഞക്കാറിൽ വരും. അപ്പോൾ പാകത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വന്നപ്പോൾ വെന്തിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ അതിലേക്ക് തട്ടിയിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കുറുക്കി പാകത്തിന് പുളിവെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒരുവിധം 3/4 ഭാഗം റെഡി ആയി കേട്ടോ. ഇനി പുളി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടാൽ അത് നല്ലോണം തിളച്ച് പുളി വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് കുറുന്നനെയാണോ നല്ല ചാറ് പോലെയാണോ, ഇവിടെ നമുക്ക് കുറുന്നനുള്ള സാമ്പാറാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങോട്ട് ഒരുപാട് കറിയാക്കണില്ല, നമുക്കതിന് ഒരുപാട് കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുട്ട്, ദോശ, ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കറി വേണ്ടത്. ചോറിലേക്കൊന്നും ഇവിടെ ആർക്കും അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ പുളി ഒഴിച്ചിട്ട് നമ്മൾ ആ വെണ്ടയ്ക്കല്ലേ വറുത്തിച്ചിരിക്കുക, വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നമ്മൾ പുളിയൊക്കെ വെന്ത് വന്നപ്പോൾ 2 തണ്ട് വേപ്പിലയും പിന്നെ ആ മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് നുറുക്കി ഇട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സാമ്പാർ സെറ്റായി. ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അമ്മയും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഓണം, വിഷു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇതന്നെ സൂപ്പറാണ്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെച്ച് അടച്ച് വെച്ച് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് റെഡി ആയി കേട്ടോ. ഇനിയിപ്പോൾ ആ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചട്ടി തന്നെ അങ്ങോട്ട് നമുക്ക് കഴുകിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ഞാൻ പറയാറില്ലേ, ഒരു പാത്രത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യാറ്. ഒരുപാട് പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കണക്കുട്ടി എന്തായാലും നീക്കാൻ നേരം വൈകും കേട്ടോ. ഇപ്പം തന്നെ ചായ കുടിക്കാറായിട്ടില്ല, കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്നിട്ട് അങ്ങനെ കിടക്കുക. സമയം അവിടെ ഉണ്ട് കേട്ടോ. നല്ല മഴയുണ്ട് പുറത്ത്. ഒരു മഴ പെയ്ത് തോർത്തിന് അടുത്ത മഴയ്ക്ക് വരാം. ഞാൻ എന്തായാലും എൻ്റെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബോഡി പെയിനും ഉണ്ട് ഒക്കെ കൂടെ ആയിട്ട്. അപ്പോൾ എന്താ ചെയ്യാൽ, അവിയലിന് എന്താ പറയാൻ നിൽക്കുന്നത്, അവിയലിന് നല്ല നുറുക്കി വെച്ചായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ഏതായാലും ഇതും കൂടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. പിന്നെ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോയി കിടക്കാം. അപ്പം ഇനിയിപ്പോൾ വൈകിക്കണ്ട, അവൻ നീക്കുമ്പോഴേക്കും നമുക്ക് അവിയലും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം തന്നെ നീക്കണില്ല എന്നാ പറഞ്ഞേ. അപ്പോൾ ഇതായിക്കോട്ടെ. വേവട്ടെ. ഇത് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ അവിയലിക്ക് വേണ്ടിയിട്ടാണ്. ഈ തേങ്ങ പൊട്ടിച്ചതുണ്ടായിരുന്നില്ല, അപ്പോൾ അത് പൊട്ടിച്ച് ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഞാൻ കുടിച്ചു. കണക്കുട്ടി നീട്ടിട്ടുണ്ടായിരുന്നില്ലേ, പൂജട്ടി കണക്കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് പൂജട്ടിക്ക് വലിയ താല്പര്യമില്ല, കണ്ണന് നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുടിച്ചിട്ട് ഇനി അത് നമുക്കത് ചിരകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത് 2 നാളികേരത്ത് ഇങ്ങനെ കുറേശ്ശെ എടുക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 2 70 സംതിങ് അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യമായി. നമുക്ക് നാളികേരം കിട്ടാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ. പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങുകൊണ്ടേ വല്ലാണ്ട് ചിരകാനൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ കുഞ്ഞൊരു മുറിയാണ്, അത് മൊത്തം എടുത്തിട്ട് ഞാൻ അവിയലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു, ചിരകി മാറ്റി വെച്ചു. ഇനി ആ ഒരു ചിരവ കഴുകി അവിടേക്ക് ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിയലിക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും റെസിപ്പീസ് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ പറയണമെന്നുള്ളൂ കേട്ടോ. ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, 2 ചെറുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, വേപ്പില ഇതെല്ലാം കൂടെ തൈര് ഒഴിച്ചിട്ട് ഒരൊറ്റ കറക്ക് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് തൈര് വേറെ ഇതിലേക്ക് ഒഴിക്കില്ല. ഈ അരപ്പിലേക്ക് തന്നെ കറക്റ്റ് നമുക്കറിയാമല്ലോ ഏകദേശം എത്ര വേണം എന്നുള്ളത്. ഇനി പുളി കുറവുള്ളതാണെങ്കിൽ പിന്നെ കുറച്ച് പുളിയല്ല കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് കറക്റ്റിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാകത്തിന് തൈരും കൂടെ ഒഴിച്ചിട്ട് ഒരൊറ്റ കറക്ക്, അല്ലാണ്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഒതുക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്കി എടുത്തിട്ട്
നമുക്ക് അവിയലിൻ്റെ പരിപാടി നോക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടക്കാം. ഞാൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കണം നോക്കണ്ട കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ. ഞാൻ വയ്യെങ്കിലും ഇങ്ങനെ കിടക്കില്ല. എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇരിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ വയ്യായിക്കൊന്നും അങ്ങനെ ആരും അറിയാറില്ല കേട്ടോ. പുറത്ത് തമിർത്ത് പെയ്യാണ് കേട്ടോ മഴ. കറണ്ട് എപ്പോൾ പോകുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം അരച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ടിൻ്റെ പോക്ക് നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ. ഇന്ന് പോയാൽ ചിലപ്പോൾ നാളേക്കേ വരുള്ളൂ. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു. അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറി. ഇനിയിപ്പോൾ മീനും ഇറച്ചിയും എല്ലാം ഇഷ്ടമാണ്. പക്ഷേ പച്ചക്കറി കഷ്ണങ്ങൾ ആരും ഇവിടെ പിള്ളേരൊന്നും മാറ്റി വെക്കുകയൊന്നുമില്ല. പ്രത്യേകിച്ച് പൂജിട്ടി അവൾക്ക് നല്ലോണം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് നമ്മുടെ അവിയലൊക്കെ റെഡിയായി അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ സൂപ്പർ അവിയൽ അങ്ങോട്ട് സെറ്റായി കേട്ടോ. പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചോളും. കിച്ചണിലെ പരിപാടിയൊക്കെ ഒരു വിധം തീർന്നുണ്ടോ. ഇനി ചോറ് മാത്രമേ വെക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കണം. അത് കഴിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു 9:15 9:30 ഉള്ളിൽ കണ്ണുകുട്ടീനെ വിളിക്കാം. അപ്പോഴേക്കും ഞാനൊന്ന് അടിച്ച് വാരി കുളിച്ച് റെഡി ആവട്ടെ. എന്നിട്ട് കുളിച്ച് റെഡി ആവല്ല, കുളി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും സമയമുണ്ട്. എന്തായാലും 10 മണിക്ക് കഴിയും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിന് ചോറ് മാത്രമാകാനുള്ളൂ. ദോശ നമുക്ക് കഴിക്കുമ്പോൾ ചൂടോടെ ചുടുകയും ചെയ്യാം. ഞാൻ എന്തായാലും പോയിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ അടിച്ചു വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു 2-3-4 പാത്രം കൂടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ നമുക്കിവിടെ അത് കഴുകാണ്ടെന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയുടെ കാര്യങ്ങൾ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാതും കഴുകി ഒരുപാടൊന്നുമില്ല. ഞാൻ അപ്പോഴേക്കപ്പോഴുള്ളത് 1 ആയാലും 2 ആയാലും 3 ആയാലും പാത്രങ്ങൾ അങ്ങനെ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. വലിയതൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി നമുക്ക് അടിച്ച് വാരാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. തലേ ദിവസം രാത്രിയിൽ തുടയ്ക്കണ കാരണം രാത്രി കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണ കാരണം പിറ്റേ ദിവസം പകൽ നമുക്ക് അടിച്ച് വാരി തുടയ്ക്കേണ്ട ആവശ്യമില്ല. ചില ദിവസം 1-1.5 തുടച്ചാലും മതി കേട്ടോ. വലിയ അലമ്പൊന്നും ആവില്ല. പിള്ളേർ സ്കൂളിലേക്കും കൂടെ പോണതല്ലേ. ഇപ്പോൾ കണ്ണൻകുട്ടി മാത്രമായ അവൻ മാത്രമായതുകൊണ്ട് തന്നെ വെട്ടലും നുറുക്കലും പൂജും അവനും കൂടെ ആകുമ്പോഴാണ് ഇവിടെ മേളം തകർപ്പും മടിയും എല്ലാം കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ആൾ ഒതുങ്ങിയിരുന്ന് കിടന്ന് അങ്ങനെ ഞങ്ങളുടെ നല്ല കുട്ടി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒതുക്കി വെച്ച പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലായിടും അടിച്ച് വാരി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു സാധനം ഇവിടെ നിന്ന് മാറ്റാണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് അവൻ്റെ ഉള്ളിലേക്ക് പൊക്കി എടുത്ത് വെക്കാനും വയ്യ. പിന്നെ ഈ ഡോറിനകത്ത് കൂടെ കൊള്ളൂല്ല അത്ര. ബാക്ക് കൂടെ അങ്ങനെ കൊള്ളും. പക്ഷേ ഇവിടുന്ന് അത് വരെ ഏറ്റണ്ട ഒരു മടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അത് കാണുന്ന പോലെ അല്ല കേട്ടോ. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെ കൊണ്ട് പിടിച്ചിട്ട് ഉള്ളിലേക്ക് എടുത്ത് ഡീപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് അടിച്ച് കഴുകിയിട്ട് അവിടെ രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ അടിച്ച് വാരി തുടയ്ക്കും കേട്ടോ ഈ ഉമ്മർത്ത്. എന്തായാലും അവിടെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ പിന്നെയും വരും കേട്ടോ. പൊടിയല്ല നമ്മുടെ മുരിങ്ങയുടെ ഇല അല്ലേ അതൊക്കെ ഇങ്ങനെ വന്ന് തൂവിയിട്ടും പിന്നെ ഈ പട്ടിയും പൂച്ചയൊക്കെ കയറിയിട്ട് അതിൻ്റെ പാടൊക്കെ അവിടെ കാണാം രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഇവിടെ അടിച്ച് വാരി ഇട്ടിട്ടേ പോകുള്ളൂ. ഇതിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുളിക്കാത്തത്. അപ്പോൾ ഇവിടെ കൊണ്ട് അടിച്ച് വാരി ഇട്ടിട്ട് ഒന്ന് വെള്ളം തൂത്ത് അടിച്ച് കഴുകിയിട്ട് ഞാൻ വേഗം ടപ്പേ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഈ തേച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമാണെങ്കിൽ ഞാനിത് തേക്കും കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ ട്യൂബ് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പീച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ നമുക്കൊരു 3-4 ദിവസം അതൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെറുതെ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് തേക്കും. എന്നിട്ട് ഇതാ ഒരു പൊട്ടും ഇട്ട് ഒരു കുറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞൊരു കൂരയൊക്കെ ഇട്ടപ്പോൾ പനിയൊക്കെ പമ്പ കിടന്നു എനിക്ക്. നമുക്ക് എന്താ പറയുക ദോശ ഉണ്ടാക്കാം. കണ്ണുകുട്ടീനെ ഏറ്റവും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. ഞാൻ ഇവിടുത്തെ എല്ലാം ലൈറ്റ് ഇട്ടേച്ചായിരുന്നു. തുടയ്ക്കുമ്പോൾ കണ്ണ് കാണാൻ ഇവിടെ ഭയങ്കര ഇരുട്ടാകണ്ട ഇമാതിരി ഇരുട്ടാണ്. അപ്പോൾ ലൈറ്റ് ഇട്ടാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ലൈറ്റ് ഇട്ടു. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ദോശപ്പാപ്പ് ഉണ്ടാക്കാം. അയ്യോ കുളി കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും വയ്യ. മാവൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ചാലേ ആർക്കും കൈ ചൊറുന്നു. പൈസ കിട്ടാനൊന്നുമില്ല. എന്നാലും ഒരു പെരുമഴ പെയ്താണ്ട് തോർന്നു പോയി. എന്നിട്ട് പിന്നെ നല്ല വെയിലായി. ഇപ്പം രണ്ടാമതും മഴയുടെ ഇത് വരുന്നുണ്ട് കേട്ടോ. അവിയൽ സെറ്റായി. നമുക്കിനി ഒരു പാത്രത്തിലാക്കി വെക്കണം. ചെറിയ പാത്രത്തിൽ. ഏതായാലും ഇപ്പോൾ ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പരിപാടിക്ക് നിൽക്കണുള്ളൂ. ഞാൻ ഇന്നലത്തെ മഴ കണ്ടപ്പോൾ വിചാരിച്ചു മാവൊന്നും സെറ്റ് ആവില്ല എന്നല്ലോ, പൊങ്ങില്ല എന്ന് വിചാരിച്ചേ. രാവിലെ വന്ന് നോക്കുമ്പോണ്ടടാ മൊത്തം തൂവി. പിന്നെ തൂവില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായാലും ഒരു പാത്രത്തിന്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ഈ മാവ് അരച്ചത് വെക്കുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്ടാ.
നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നെയ്യൊരു ലേശം ഇരിക്കണ്ടോ എന്ന് അറിഞ്ഞൂടാ. നെയ്യ് കൂടെ ഉണ്ടെങ്കിൽ സീനാനിപ്പോൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇവിടെ പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ ആ സാധനം ഉള്ളിച്ചമ്മന്തി മാത്രമായാലും മതി കേട്ടോ. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും കറി രണ്ടാമതൊന്നും വെക്കണ്ടേ. അപ്പം പിന്നെ മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് ആരും മീൻ വാങ്ങേണ്ട കാര്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു അമാന്തതയാണ്. വാങ്ങണ്ട എന്നാണ് ഭൂരിപക്ഷം അഭിപ്രായം വരുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഇപ്പോൾ വാങ്ങണ്ടേ, അല്ലെങ്കിൽ കഷ്ടകാലം വയ്യായി ഹോസ്പിറ്റൽ കേസും എല്ലാം കൂടി അയച്ചു വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. മീനും കൂട്ടാൻ പുതിയതായിട്ട് ഞാനും കണ്ണുകൂട്ടി ഇപ്പം മിക്കതും വ്ളോഗ് കാണുക ഫുഡ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഫിറോസ് ഖാൻ്റെ പിന്നെ വേറെ ആരായിരുന്നു, മച്ചാൻ്റെ ഒക്കെ വലിയ ഫിഷൊക്കെ കൊണ്ടുവന്നിട്ട് അവര് ഗ്രില്ല് ചെയ്യണതും കറി വെക്കണതൊക്കെ ഇന്നലെ അങ്ങോട്ട് കൊതി വന്നിട്ട്. അപ്പൊ കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന പണിയാണ് കേട്ടോ അത്. അപ്പോൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചാൽ കറിയൊന്നും ഇല്ലെങ്കിൽ മീനോ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ കാണും. ഫുഡ് വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ വിശപ്പ് ഓടി വരും. എന്നിട്ട് ഓടി വന്നിട്ട് ആ മുരിങ്ങയുടെ കറി കൂട്ടിയിട്ട് ഞങ്ങൾ നല്ല മാക ഫുഡ് കഴിച്ചു കേട്ടാ. വ്ളോഗ് കണ്ടോണ്ടുള്ള ഉപകാരമല്ലേ അത്. ഫുഡ് വ്ളോഗ് കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. എൻ്റെ അനിയനും ഞങ്ങളൊക്കെ മുന്നേ മിക്കത് ഇങ്ങനെ കാണാം ഫുഡിൻ്റെ. അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ വിശപ്പ് ഓടി വരില്ലേ. അങ്ങനെയുള്ള വ്ളോഗുകളാണ് കാണുക. എനിക്ക് കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം. വലിയ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കില്ലേ. അങ്ങനെ ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസം കേട്ടോ. തല നനച്ച് കുളിച്ചപ്പോൾ എനിക്കൊരു 6 മണിക്ക് ശേഷം വൈകിട്ടാണ് കേട്ടോ ഒട്ടും വയ്യാതെ അങ്ങോട്ട് മേലൊക്കെ എടുത്ത് കിടുക്കനെ വിറച്ച് പനി വരും. എനിക്ക് തോന്നുന്നു യൂറിൻ ഇൻഫെക്ഷനും എല്ലാം കൂടെ വന്നിട്ടാണ് തോന്നുന്നുണ്ട്. ഒരു വിളക്ക് വെച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് അയ്യറുകലോ എന്ന് പറഞ്ഞ് വയ്യാണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമേ ഞാൻ ചത്ത് പോവാണോ എന്ന്. അത്രയും പെയിനും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ രാവിലെ നേരം വെളുക്കോളം എനിക്ക് ഉറക്കമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും രാത്രിയൊക്കെ കരച്ചിലും പീച്ചിലായിരുന്നു. എനിക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളൊന്നും അല്ല. ഞാൻ വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണേ. അപ്പോൾ ഇതാ നമ്മുടെ രാവിലെയൊക്കെ വലിയ ഉഷാറായി പണി. എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നിങ്ങോട്ട് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാലാണ് എനിക്ക് വയ്യായികൊക്കെ കൂടെ ഇങ്ങനെ തലയ്ക്ക് കയറി വരിക. അപ്പോൾ ദോശയൊക്കെ ഓരോന്ന് ചുട്ട് വെച്ചു. പിന്നെ അത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു വലിയ സവാള എടുത്തു, കുറച്ച് മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരൊറ്റ അടി അടിക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നിറയെ പച്ച വെളിച്ചെണ്ണ, കുറച്ച് നിറയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിക്ക് ഒഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഡ്ഡലിക്കും ഈ ദോശയ്ക്കൊക്കെ സൂപ്പർ. അവിടെ കണ്ണൻകുട്ടിക്ക് എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പൂജയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കും കണ്ണനും ഒരേ ടേസ്റ്റാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും ഞങ്ങൾ ഒരേപോലെയാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ സ്വഭാവവും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ചമ്മന്തി റെഡിയായി, ദോശ റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണുകുട്ടി നീറ്റു. പിന്നെ പല്ലൊക്കെ തേച്ച് റെഡിയായി. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉറക്കമൊക്കെ കുറച്ച് കൂടുതലാണ്. കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കണ്ണൻകുട്ടി ചെല്ലക്കുട്ടിയാണോ എന്ന്. കണ്ണൻകുട്ടിയും പൂജക്കുട്ടിയും എൻ്റെ ചെല്ലക്കുട്ടി തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ അവരങ്ങനെ പാമ്പർ ചെയ്തില്ലെങ്കിൽ അവരങ്ങനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. അത് വിചാരിച്ചിട്ട് ഞാൻ ചീത്ത പറയാണ്ടിരിക്കുക അടിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. ഭദ്രകാളി ആവേണ്ട അടുത്ത് ഞാൻ ഭദ്രകാളി ആവുകയും ചെയ്യും, സ്നേഹിക്കേണ്ടടുത്ത് അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇനിയിപ്പോൾ ഒട്ടുമിക്കതും അവരോട് എനിക്കിങ്ങനെ കൊഞ്ചി സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ മക്കളെന്നല്ല, കുഞ്ഞ് ഏത് കുട്ടികളെ കണ്ടാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് കുട്ടികൾ പറഞ്ഞ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പ്രത്യേകിച്ചുമാണ്. പുറത്തുള്ള മക്കൾ അതിനെക്കാട്ടിലും ഇഷ്ടമാണ്. എന്നെ അറിയണവർക്ക് അറിയാം എനിക്ക് കുട്ടികൾ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത്. പിന്നെ ഈ ചെല്ലക്കുട്ടി ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഉണ്ണി ഉണ്ടായിട്ട് എനിക്ക് അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന കുട്ടികളോട് സ്നേഹം കൂടുതൽ ഉണ്ട് എന്നുള്ളതല്ല അർത്ഥം. എല്ലാ കുട്ടികളെയും നമുക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ എന്തോ എനിക്ക് ഇവരെങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് കണ്ണൻകുട്ടി പൂജുട്ടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കണ്ണാ പൂജോ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അവരെന്തൊക്കെയോ ഞാൻ അവരെ തമ്മിൽ വല്ലാത്തൊരു അകലം പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതെന്താ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ആ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടു. പിന്നെ നമ്മുടെ കിച്ചൺ ടേബും നമ്മുടെ സ്റ്റൗവൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നല്ലേ. അല്ലാതെ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം. ഇന്നത്തെ
കാലത്തെ ഇപ്പോൾ കിച്ചണിലെ അംഗം കഴിഞ്ഞു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. എന്നാൽ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ഇനിയും. പക്ഷേ എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഷോർട്സ് എഡിറ്റ് ചെയ്യാണ്ട്, ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്, അതിന് വോയിസ് കൊടുക്കാണ്ട്, കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾ കിടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പുറത്ത് കാര്യങ്ങൾക്ക് ഓടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഹോസ്പിറ്റൽ കേസ് വരണുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ട് ഞാൻ നമ്മുടെ മാവ് ഉണ്ടായിരുന്നില്ലേ ബാക്കി അതും കൂടെ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു ലേശം വെള്ളം, ഇങ്ങനെ 2 ബോട്ടിൽ ഞാൻ 2 ലിറ്റർ വെള്ളം, ഞാൻ വെള്ളം കുടിക്കുകയില്ല കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വലിയ പാടാണ്. എനിക്ക് കുറച്ച് കുടിക്കുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യാൻ വരും. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അസുഖം മാറാത്തത്. ഇതിപ്പോൾ കണ്ണൻകുട്ടിയുടെ മരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 ലിറ്ററിൽ വെള്ളം തിളപ്പിച്ചാറി ഞാൻ വെക്കും. ഇപ്പോൾ ഈ വെയ്യാതെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും. ഒന്നും ഇങ്ങോട്ട് ഭേദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതവിടെ എടുത്തിടും കേട്ടോ. അതവിടെ ഇങ്ങോട്ട് കൈയോടെ പോകും. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ കുടിച്ചു അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും ക്ഷീണവും കാര്യവും പെയിനും ഒക്കെ. അതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മുതൽ കറക്റ്റായിട്ട് വെള്ളമൊക്കെ കുടിച്ച് സെറ്റാവും. അവനും ഗുളിക കൊടുത്തു. എനിക്കാണെങ്കിൽ ഗുളിക കുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാട്ടോ. അവിടെ 2 കുട്ടികൾക്കും ഗുളിക കുടിക്കാൻ വേണ്ടി ചെറുതിലും വലിയ പാടുണ്ടായിരുന്നില്ല, വലുതിലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ഗുളിക കുടിച്ചു, ഞാനും കുടിച്ച് ഞങ്ങളുടെ ഗുളികയുടെയും പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കിടന്നുറങ്ങാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും കണ്ണൻകുട്ടിയും കൂടെ ഇനി കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങട്ടെ. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.